വരാം. എന്തായാലും നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖാർഗെയുടെ വസതിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മടങ്ങിയിരിക്കുകയാണ്. ഇനി പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടാകാം. അത് ഏത് രീതിയിലായിരിക്കും, ഒരു ബൈറ്റായി, ഒരു പ്രതികരണമായിട്ടായിരിക്കുമോ, ഒരു പത്രക്കുറിപ്പായിട്ടായിരിക്കുമോ എന്നത് എന്തായാലും ഉറ്റുനോക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിനുള്ള ഉത്തരം ഡൽഹിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡി ധനസുമോദ് തുടരുന്നുണ്ട്. സുമോദ്, സാധാരണയായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് ഒരു പത്രക്കുറിപ്പ് വഴിയാണോ? എങ്ങനെയാണ് രീതി? മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതല്ല പത്രക്കുറിപ്പ് വഴി. പത്രക്കുറിപ്പ് വഴി നേതാവ് ആരാണെന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചർച്ചകളുടെ ഒരു വിശദാംശം എന്ന രീതിയിൽ നമുക്കിപ്പോൾ പ്രാഥമികമായും പുറത്തേക്ക് വരുന്നത് ഈ ചർച്ചയിൽ മുൻതൂക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ച ഒരു തരംഗം, അത് വി ഡി സതീശൻ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് വി ഡി സതീശനായിരുന്നു. കേരളത്തിൽ 5 വർഷം നിന്ന് പ്രവർത്തിച്ചതും വി ഡി സതീശൻ തന്നെയായിരുന്നു. കൃത്യമായ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയാണ് ഫലം കണ്ടത്. ഓപ്പറേഷൻ 63, ഒരു കൃത്യമായി കോൺഗ്രസിൻ്റെ 63 അംഗങ്ങളെ നേടണം എന്നുള്ള അദ്ദേഹം ആദ്യം ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നേതാക്കന്മാരെല്ലാം ആ വിഷയത്തെ എതിർക്കുകയായിരുന്നു. അദ്ദേഹം മാത്രമായിട്ട്, വി ഡി സതീശൻ മാത്രമായി അങ്ങനെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരണ്ട, അദ്ദേഹം മാത്രമായി ഒരു പ്ലാൻ ചെയ്ത് ഒരു കൃത്യമായ ഒരു കാര്യം നടത്തണ്ട എന്നുള്ള ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലെത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ MLA മാർ 63 എന്ന രീതിയിൽ തന്നെയാണ് വന്നത്. മാത്രമല്ല 100 കടക്കും, ഇല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നത് താൻ വനവാസത്തിന് പോകും, തിളക്കമാർന്ന വിജയം നേടിയില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, വിജയത്തിന് ഉണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് കൂടി അദ്ദേഹത്തിനായിരിക്കും എന്നുള്ളൊരു കാര്യം. അങ്ങനെ വി ഡി സതീശൻ്റെ ഈ ശക്തമായ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഓരോ സ്ഥലത്തും ഓരോ മണ്ഡലങ്ങളിലും എത്തി അദ്ദേഹം ചെയ്തു കൂട്ടിയ, അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഇതെല്ലാം ഒരു വിജയത്തിന് കാരണമായി എന്നുള്ളതാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഈ വർഗീയ പരാമർശങ്ങളോടും വർഗീയത മാത്രം വിളമ്പുന്നവരോടും എന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന സതീശൻ്റെ നിലപാട് പുറംതിരിഞ്ഞു നിൽക്കുക മാത്രമല്ല ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ആ തരത്തിലുള്ളൊരു വർഗീയമായിട്ടുള്ള വോട്ട് തങ്ങൾക്ക് വേണ്ട, UDF വേണ്ട എന്ന്, അത് ഏതു തരത്തിലുള്ള വർഗീയത ആയാലും സാമുദായിക ശക്തികളായാലും സാമുദായിക ശക്തികളുടെ പിൻബലം വേണ്ട, സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ താനില്ല, 4 വോട്ടിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള സതീശൻ്റെ നിലപാടുകളാണ് വിജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ സതീശന് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലിന് തന്നെയായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. KC വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് അവിടെ വിശേഷിപ്പിക്കപ്പെട്ടത് MLA മാരുടെ എണ്ണമാണ്. MLA മാരുടെ എണ്ണം എന്ന് പറയുന്നത് തന്നെ നേതാവിനെ ആക്കണം എന്നുണ്ടെങ്കിൽ MLA മാരുടെ എണ്ണം കൊണ്ട് തന്നെയാണ്. പക്ഷേ തുടർച്ചയായ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ നടക്കണം. അദ്ദേഹം ഏതെങ്കിലും മണ്ഡലത്തിൽ 6 മാസത്തിനുള്ളിൽ അംഗമാകണം. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടി വരും. അങ്ങനെ രാഹുൽ ഖാർഗെയുടെ വീട്ടിലെത്തുന്നതിന് മുൻപ് ആ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി കൊടിക്കുന്നിൽ സുരേഷിനോട് വീണ്ടും അഭിപ്രായം തേടിയിരുന്നു. കൊടിക്കുന്നിലാണെങ്കിൽ AK ആന്റണി വസതിയിലെത്തുകയും ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരുടെയും അഭിപ്രായം, അവരുടെ നിലപാട് ഈ അന്തിമ പ്രഖ്യാപനത്തിൽ, തീരുമാനത്തിൽ വളരെ നിർണായകമായിട്ടുണ്ടാകുമോ? ഡൽഹിയിലുള്ള MPമാരിലെ ഭൂരിഭാഗവും KC വേണുഗോപാലിൻ്റെ അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഇനിയും തിരിച്ചറിയാൻ കഴിയാത്തത് എന്ത് നിലപാടാണ്, എന്ത് അറിയിപ്പാണ് ഇദ്ദേഹം AK ആന്റണി നൽകിയിരിക്കുന്നത് എന്നാണ്. കാര്യം സോണിയാഗാന്ധി ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ സോണിയാഗാന്ധി അന്തിമമായി കാണുന്നത്, അവർ പരിശോധിക്കുന്നത് എങ്ങനെ ഏറ്റവും വിശ്വസ്തൻ എന്ന രീതിയിൽ കേരളത്തിലെ മലയാളികളുടെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശ്വസ്തനായി സോണിയാഗാന്ധി കാണുന്നത് AK ആന്റണിയാണ്. AK ആന്റണി എന്ത് റിപ്പോർട്ട് നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. AK ആന്റണിയുടെ വളരെ അടുത്ത അനുയായിയായി KSU തലം മുതൽ യൂത്ത് കോൺഗ്രസ് തലം മുതൽ വളർന്നു വരുന്ന ഒരു നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന് ആദ്യമായി ലോക്സഭയിലേക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തതും AK ആന്റണി തന്നെയാണ്. അതുകൊണ്ട് ആ AK ആന്റണിയുടെ ഒരു നിർദ്ദേശം കൂടി, ആ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചം, അതിൻ്റെ ചൂടും ചൂരും ഉറപ്പായിട്ടും കൊടിക്കുന്നിലിൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ AK ആന്റണിയുടെ അതേ അഭിപ്രായം തന്നെയായിരിക്കും സ്വാഭാവികമായും VM സുധീരനും ഉണ്ടായി കാണുക എന്ന് നമുക്ക് അനുമാനിക്കാം. കാര്യം VM സുധീരൻ ഒരു AK ആന്റണിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് കേരളത്തിൽ ഇന്നേ വരെ സ്വീകരിച്ചിരിക്കുന്നത്. VM സുധീരൻ പറയുന്നത് തെരുവുകളിലെ ആ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ അത് മുഖവിലക്കെടുക്കണം, ഘടകകക്ഷികളുടെ
നേതാക്കളുടെ അഭിപ്രായങ്ങൾ ഒരു കാരണവശാലും തള്ളിക്കളയരുത് എന്നുള്ളത് തന്നെയാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളും സ്വാഭാവികമായും ഗുണമായി വന്നു ചേരുന്നത് പക്ഷേ ഇന്നലെയും ചില കൂടിക്കാഴ്ചകൾ, നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാരെ, വർക്കിംഗ് പ്രസിഡന്റുമാരെ ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനൊക്കെ ശേഷം KC വേണുഗോപാലിന് മുൻതൂക്കം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നത്. പക്ഷേ ഇന്നിപ്പോൾ സാധ്യത VD സതീശനാണ്. സതീശന് മുൻതൂക്കം എന്ന വാർത്തയാണ് വരുന്നത്.